ഹലോ. എന്തോ പരിപാടി? നമ്മള് കുറച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡോ? ഫുഡോ? ഫുഡ് സ്നാക്സ്. എന്തായാലും ഫുഡാണല്ലോ. അപ്പത്തേക്ക് നമ്മളിന്ന് പള്ളിയിൽ പോയതാണ്. പള്ളിയിൽ പോയോ? പള്ളിയിൽ പെരുന്നാളാണ്. അപ്പൊ പള്ളിയിൽ പോയപ്പോ മേടിച്ചോണ്ട് വന്ന്. എന്തോന്ന് തിന്നാൻ. എന്നതാ മേടിച്ചോണ്ട് വന്നിരുന്നത്? കുറച്ച് സാധനങ്ങൾ കാണിക്കട്ടെ. കാണിയതേ. എല്ലാം കൂടി പേര് അറിയിക്കുന്നത് വേണ്ട. ഇത്ര കിട്ടിയുള്ളോ? ഇത്ര കിട്ടിയുള്ളൂ. ആരാ ഇത് മേടിച്ചു തന്നെ? എന്റെ കേക്ക്. അപ്പൊ ആദ്യം ഉഴുന്നാട, പിന്നെ ഹലുവ, പച്ച മഞ്ഞ നീല ചുമല വെള്ള അങ്ങനത്തെ ഒന്നുമല്ല. അത് കൂടെ 1, 2, 3 കളർ. ഇത് എവിടുത്തെ പള്ളിയിലായിരുന്നു? നമ്മുടെ അടുത്തുള്ള പള്ളിയില. പിന്നെ അതിന് പേരില്ലേ? പേര് സെന്റ് സേവിയർ ഫെറോണ ചർച്ച്. ചർച്ച് തൃക്കുഴിത്താനം. ആ പള്ളിയിലല്ലേ? അത് കഴിയുമ്പോ നമ്മുടെ അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ അതെല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ക്ഷേത്രമാണ്. അതേതാണ്? പഞ്ചപാണ്ഡവരുടെ എന്തോ പഞ്ചപാണ്ഡവ ക്ഷേത്രം. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ്. അതിന്റെ പേരെങ്ങനെ? തൃക്കുടിത്താനം മഹാക്ഷേത്രം. ഞങ്ങൾ വെള്ളിയമ്പലം എന്ന് പറയും. അപ്പൊ കാണിക്കും. അപ്പൊ പിന്നെ നമ്മുടെ എന്താണ് കപ്പലണ്ടി റോസ്റ്റ്, പിന്നെ കുറച്ച് ഡേറ്റ്സ്, പിന്നെ ഇത് അവലും മലരിനകത്ത ആ സാധനം വിളച്ചത് ഉണ്ട പിടിച്ചത്. പിന്നെ കാണാൻ പറ്റല്ലോ. എന്താണിത്? പറയൂ. ചോളമല. അപ്പം നമുക്ക് ഇന്ന് ഇത്രേ സാധനം മാത്രമേ കാണിക്കാൻ പറ്റിട്ടുള്ളൂ. ചിലവന്മാർക്ക് ആർക്കാ ചാടിപ്പോയത്. പിന്നെ അതെന്താന്ന് വെച്ചാല് അവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഞങ്ങള് തന്നെ എത്ര അരമണിക്കൂർ എങ്ങാണ്ട് നടന്നിട്ടാണ് ഒരു ആൾക്കൂടെ പോവാണെങ്കിൽ ഒരു 10 സെക്കൻഡ് നടത്തുള്ളൂ. അരമണിക്കൂറിന്റെ കഴിഞ്ഞാണ് ഞങ്ങൾ തന്നെ അവിടെ ചെന്നത്. കടയിലെടുക്ക ചെന്നെത്തിപ്പെട്ടത്. ആൾക്കാരുടെ ഇടയിൽ കൂടി ഞുഴഞ്ഞു കയറി ചെന്നു. അതെ, അതിന്റെ ഇടയ്ക്ക് വണ്ടി വരും. അതിന്റെ ഇടയ്ക്ക് പാനിപൂരിയും കഴിച്ചു ആദ്യമായിട്ടാണ്. പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. മലയാളികളെ ആയതുകൊണ്ടായിരിക്കും. മലയാളികളായിരുന്നു ഇവിടെ പാനിപൂരി കഴിയുന്നത്. അപ്പൊ അത് കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ടേസ്റ്റ് തോന്നിയില്ല. പക്ഷെ മറ്റേ വേറെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന്, അല്ല അന്യസംസ്ഥാനത്തുള്ള ആൾക്കാർ വന്ന് അത് നിന്ന് നോക്കിയിട്ടില്ല. അതൊന്ന് നോക്കണം. അപ്പം പിന്നെ പാനിപ്പൂരി കഴിച്ചു, പിന്നെ ഐസ്ക്രീം കഴിച്ചു. പിന്നെ നമ്മൾ ഇതെല്ലാം മേടിച്ചോണ്ട് അവിടുന്ന് ടാറ്റാ വെബി ഒക്കെ പറഞ്ഞോടി. അപ്പൊ ഇത് ഞാൻ കഴിക്കട്ടെ. ഇനി നാളെ പോയിട്ട് വേണം എനിക്ക് കുറച്ച് കമ്പനി മണിയും മാലിച്ചേക്കൊക്കെ വാങ്ങിക്കാം. മേടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അവിടെ ഭയങ്കര തിരക്ക്. ആ കടയൊന്ന് കാണണ്ടേ, കാണാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ കവറിൽ ഇട്ടോണ്ട് പോട്ടെ. വളയും കിട്ടിയില്ലേലും കുഴപ്പമില്ല. കവറിനകത്തിട്ട് തിന്നണ്ടേ? തിന്നണോ? ചോറ് കഴിച്ചിട്ടില്ലേ? അല്ലല്ല, ഇരുന്ന പോലെ ഇരുന്നിട്ടേ നിങ്ങൾ എല്ലാരും കൂടിയാണല്ലോ കഴിക്കുന്നത്. അതെ, അതുകൊണ്ട് ഇരുന്ന പോലെ തന്നെ വെച്ചോണ്ട് പോയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുമൊത്തം തലയെ വെച്ചോണ്ട് പോകുന്നു. അപ്പൊ ഓക്കെ. അപ്പം വളയും കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല, തിന്നാൻ കിട്ടിയേക്കാളും. അപ്പൊ